പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള നിർണായകമായ പല കരാറുകളും ഇന്ത്യ റദ്ദു ചെയ്തു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിന്ധു നദീജല കരാർ. അതുപോലെ മറ്റു പല നിർണായക തീരുമാനങ്ങൾ ഇന്ത്യ കടുപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ നേർക്കുനേർ യുദ്ധം ഉണ്ടാകാനുള്ള പല സാധ്യതകളും ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ മിസൈൽ പരിശീലനം എല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു ഭീകരാക്രമണം യുദ്ധത്തിൽ കലാശിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഐ ആം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം ഏറ്റവും ആദ്യം പാകിസ്ഥാന് നൽകിയ ഒരു മറുപടിയാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നു എന്നുള്ളത്. എന്താണ് ആക്ച്വലി ഈ ഒരു കരാർ എന്നുള്ളത് ഒരു ചെറിയൊരു വിശദീകരണം തരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകളിൽ ഒന്നായിരുന്നു സിന്ധു നദീജല കരാർ. സിന്ധു നദിയുടെയും മറ്റു പോഷക നദികളുടെയും ജലവിതരണം നിയന്ത്രിക്കുന്ന ഒരു അന്താരാഷ്ട്ര കരാറാണ് സിന്ധു നദീജല കരാർ. ഈ ഒരു കരാർ 1960 വേൾഡ് ബാങ്കിന്റെ മധ്യസ്ഥയിൽ ഒപ്പുവെച്ച ഒരു കരാറാണ്. 1960 സെപ്റ്റംബർ 19 പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധു നദി കരാറിൽ ഒപ്പുവെക്കുകയുണ്ടായി. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയൂബ് ഖാൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. ഈ സിന്ധു നദിക്ക് ധാരാളം പോഷക നദികൾ ഉണ്ടായിരുന്നു. ഇവയിൽ പ്രധാനപ്പെട്ട നദികളാണ് റാവി, സത്ലജ്, ബിയാസ്, അതുപോലെ തന്നെ ഝലം, ചിനാബ് തുടങ്ങിയ നദികളെല്ലാം. ഈ സിന്ധു നദി പുരാതന കാലം മുതലേ തന്നെ ജലസേചനത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു നദിയാണ്. 1948 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇത്തരത്തിലൊരു കരാറിനെ കുറിച്ചിട്ട് ചിന്തിച്ച് തന്നെ തുടങ്ങിയത്. മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ 5 നദികളിൽ 3 നദികൾ, അതായത് ഇപ്പൊ റാവി, ബിയാസ്, സത്ലജ്, ഈ നദികളുടെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്കും, അതുപോലെ തന്നെ ഝലം, ചിനാബ്, ഈ 2 നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ പാക് നിയന്ത്രണത്തിലുള്ള നദികളിൽ നിന്നും ഇന്ത്യക്ക് ജലസേചനത്തിനും അതുപോലെ തന്നെ ഊർജ ഉൽപാദനത്തിനുമായുമെല്ലാം ജലം ഉപയോഗിക്കാം എന്നുള്ള വ്യവസ്ഥ ഈ പറഞ്ഞ കരാറിൽ ഉള്ളതാണ്. ഇത് സത്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒന്നായിരുന്നു. ഈ കരാർ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ നദികളിൽ നിന്നും പാകിസ്ഥാന് ആവശ്യമായ ജലം അവിടേക്കും ഒഴുകാൻ തുടങ്ങി. പാകിസ്ഥാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവിശ്യയാണ് ഈ പഞ്ചാബ് പ്രവിശ്യ. കൃഷി സമൃദ്ധമായ ഒരു പ്രദേശമാണത്. ഇന്ത്യയിൽ നിന്നും വരുന്ന ഈ ജലം അവിടുത്തെ കൃഷി ആവശ്യത്തിനായിട്ടും മറ്റും അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ ഒരു ജനസമൂഹമാണ് അവിടെയുള്ളത്. കൃഷിയും കച്ചവടവും അതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഒരു വരുമാനം. വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും അവിടെ കുറവാകുമല്ലോ ലഭിക്കുന്നത്. അതായത് ഈ 2 മേഖലകളെ ആശ്രയിച്ച് ജീവിച്ചു വരുന്ന സമൂഹമാണ് അവിടെ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. കൃഷി ഇല്ലാതായാൽ അവിടെ ഉള്ളവർ പട്ടിണിയിലേക്ക് പോകും. അതുപോലെ തന്നെ പട്ടിണിയിലേക്കും അരക്ഷിതാവസ്ഥയിലേക്കും എല്ലാം നീങ്ങും. സിന്ധു നദി കരാർ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് മരവിപ്പിക്കുന്നതോടെ പാകിസ്ഥാൻ വലിയ ദുരിതത്തിലേക്കാവും നീങ്ങുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ കൃഷി പൂർണ്ണമായിട്ടും അവിടെ നശിച്ചു പോകും. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒരു മരുഭൂമി പ്രദേശമായിട്ട് മാറും. പണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതിർത്തിക്ക് അപ്പുറം ഇരുന്നു കൊണ്ട് ഇന്ത്യയെ ദ്രോഹിക്കുന്ന നിലപാട് പാകിസ്ഥാൻ എടുത്തു കഴിഞ്ഞാൽ വെള്ളവും രക്തവും ഒന്നിച്ചൊഴുക്കാൻ സാധിക്കില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാനിൽ നിന്നും ഭീകര ആക്രമണം ഉണ്ടായപ്പോൾ ശക്തമായ മറുപടിയായിട്ട് സിന്ധു നദി കരാർ സർക്കാർ മരവിപ്പിച്ച് കയ്യിൽ കൊടുത്തത്. പാകിസ്ഥാന് വലിയൊരു അടി തന്നെയാണ് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കരാർ പെട്ടെന്ന് മരവിപ്പിക്കാൻ സത്യം പറഞ്ഞാൽ ഇന്ത്യക്ക് സാധിക്കില്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്താരാഷ്ട്ര തലത്തിൽ ലോക ബാങ്കിന്റെ മധ്യസ്ഥയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. ഇന്ത്യ പെട്ടെന്ന് ഈ ഒരു കരാർ മരവിപ്പിക്കുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കെതിരെ ലോക രാജ്യങ്ങൾ തിരിയാൻ സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ത്യയോടുള്ള വിശ്വാസം മറ്റു രാജ്യങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും. ഇതായിരുന്നു ഈ ഒരു കരാറിന്റെ വ്യവസ്ഥ. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും പെട്ടെന്ന് തന്നെ കരാർ മരവിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലോക രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യയെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യക്കൊപ്പമാണ് നിൽക്കുന്നത്. അതിന് പാകിസ്ഥാന്റെ പ്രവർത്തികൾ തന്നെയാണ് കാരണമായത്. ഇപ്പോ ഇങ്ങനെ ഒരു കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും
രാജ്യം ദുരിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പാകിസ്ഥാനെ പൂർണ്ണമായി നിശ്ചലമാക്കാൻ തന്നെ നമ്മുടെ രാജ്യം സജ്ജമായിരിക്കുകയാണ്. വാഗ ബോർഡർ അടച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ പാകിസ്ഥാനികൾക്ക് ഇനി ഇന്ത്യൻ വിസ നൽകില്ല. പാകിസ്ഥാൻ പൗരന്മാർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണം തുടങ്ങിയ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ഇന്ത്യ കൈക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും പുതിയ ഒരു വിവരം അറിയാൻ സാധിച്ചിരിക്കുന്നത്, ഇന്ത്യ സിന്ധു നദി കരാർ മരവിപ്പിച്ചതോടെ പാകിസ്ഥാൻ എന്ത് ചെയ്തു? ഷിംല കരാർ മരവിപ്പിക്കുമെന്നുള്ള ഒരു പ്രസ്താവന വന്നിരിക്കുകയാണ്. ഈ ഷിംല കരാർ എന്താണെന്ന് പറഞ്ഞാൽ 1972 ജൂലൈ 2 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഒരു സമാധാന ഉടമ്പടിയാണ് ഈ ഷിംല കരാർ. ഇത് ഒപ്പുവെച്ചത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിട്ടുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയുമായിരുന്നു. ഇത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അതായത് 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞ് 8 മാസത്തിന് ശേഷമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത്. കുറെ നിബന്ധനകൾ ഈ ഒരു കരാറിൽ ഉണ്ടായിരുന്നു. UN ചാർട്ടർ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധത്തെ നിയന്ത്രിക്കും. മറ്റൊന്ന്, ഏത് അഭിപ്രായ വ്യത്യാസങ്ങളും സമാധാന മാർഗത്തിലൂടെയാകും അതുപോലെ തന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെയും പരിഹരിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ യുദ്ധാനന്തര ബന്ധം പുനഃസ്ഥാപിക്കുക. മറ്റൊന്ന്, അന്ന് കരാറുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത പാക് പ്രദേശങ്ങളെല്ലാം ഇന്ത്യ തിരികെ നൽകിയിരുന്നു. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട ഒരു യുദ്ധമായിരുന്നു അന്നത്തെ ആ ഒരു യുദ്ധം. അത് അന്ന് വലിയ തിരിച്ചടിക്ക് പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചിരുന്നു. ഒരുപാട് പ്രദേശങ്ങൾ പാകിസ്ഥാന് നഷ്ടമായി. ആ നഷ്ടമായ പ്രദേശങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ തിരിച്ചു നൽകാൻ ഇന്ത്യ തയ്യാറാവുകയും ചെയ്തു. അതുപോലെ യുദ്ധ തടവുകാരെ ഇന്ത്യ വിട്ടുകൊടുത്തു. ഈ ഒരു കരാർ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് കാരണമായ ഒരു കരാർ കൂടിയായിരുന്നു. അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോൾ അംഗീകരിക്കാൻ ഷിംല കരാറിലൂടെ പാകിസ്ഥാൻ തയ്യാറാവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഷിംല കരാർ റദ്ദു ചെയ്യാനുള്ള പാകിസ്ഥാൻ തീരുമാനം അനുസരിച്ചിട്ട് ഈ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഇവർ മറികടന്ന് മുന്നോട്ട് വരുമെന്നുള്ള ഒരു വ്യക്തതയാണ് അവർ തരുന്നത്. എന്തായാലും ഇതിലൂടെ ഒരു യുദ്ധ പ്രഖ്യാപനമാണോ ഇനി പാകിസ്ഥാൻ നടത്തിയത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പക്ഷെ ഷിംല കരാർ റദ്ദാക്കിയാൽ നഷ്ടം പാകിസ്ഥാന് തന്നെയാണ്. അവിടെ ഇന്ത്യയെ അങ്ങനെ ബാധിക്കുകയൊന്നുമില്ല. ഇവിടെ പാകിസ്ഥാനിൽ തന്നെ പാകിസ്ഥാന് എതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. ഇപ്പം ബലൂചിസ്ഥാനിൽ നിന്നും പാകിസ്ഥാന് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബലൂച്ച് ലിബറേഷൻ ആർമി ഒരു ഭാഗത്തു നിന്നും പാകിസ്ഥാനെ ശക്തമായിട്ട് തന്നെ എതിർക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിനെതിരെ അവിടെ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത, വിദ്യാഭ്യാസം തൊട്ട് തീണ്ടാത്ത എന്ന് തന്നെ പറയാം, മിഡിൽ ക്ലാസ് വിഭാഗം പോലും പാകിസ്ഥാനിന് അവിടെ കാണാൻ കഴിയില്ല. അത്രയും ദാരിദ്ര്യം നിറഞ്ഞ ഒരു രാജ്യത്ത് വളർന്നു വരുന്നത് ആകെ എന്താണ്? മതവും മതപഠനവും മാത്രമാണ്. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന അത്താണി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. വെള്ളം കിട്ടാത്തതോടുകൂടി അവരുടെ ജീവിതമാണ് വഴിമുട്ടി. തീർച്ചയായിട്ടും പാകിസ്ഥാനിലെ ഒരു വിഭാഗം ജനം ജീവിക്കാൻ വഴിയില്ലാതെ വരുമ്പോ പിന്നെ എന്ത് ചെയ്യും? വിഘടനവാദികളുടെ ഒരു ആവശ്യം എന്തായിരുന്നു? ഇതായിരുന്നു അവരുടെ ആവശ്യം. സമാധാനപൂർണമായി കൊണ്ടിരുന്ന ഒരു പ്രദേശത്തെ വീണ്ടും ഭീകരവാദം സൃഷ്ടിക്കുക. കാശ്മീരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. അവിടുത്തെ ജനജീവിതം സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു. അവരുടെ ജീവിതം പൂർണ്ണമായും ദാരിദ്ര്യത്തിലാക്കി കാശ്മീരികളെ വീണ്ടും പാകിസ്ഥാനിലേക്ക് വഴി തിരിച്ചു വിടുക, അതായിരുന്നു ഭീകരരുടെ പ്രധാന ലക്ഷ്യവും. പക്ഷേ പണ്ടത്തെ പോലെ അല്ല ഇന്നത്തെ കശ്മീരികൾ. അവിടുത്തെ ജനം ഒട്ടുമിക്ക ആളുകളും മനസ്സിലാക്കി കഴിഞ്ഞു. അവർ ഇപ്പോ ഇന്ത്യക്കൊപ്പം തന്നെയാണ് നിലകൊള്ളുന്നതുമെല്ലാം. എന്തായാലും നമ്മുടെ സേന പൂർണ്ണ സജ്ജമായിരിക്കുകയാണ് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പാകിസ്ഥാൻ ഭയക്കുന്നില്ല. അവരും യുദ്ധമുഖത്തെ നേരിടാൻ സജ്ജമാവുകയെ തന്നെയാണ് ചെയ്യുന്നത്. അതിനർത്ഥം അവർക്ക് പിന്നിൽ മറ്റെന്തോ ഒരു ശക്തി ഉണ്ടെന്നാണ്. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ അംബാസിഡർ ആയിട്ടുള്ള റൊവാൻ അസർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഹമാസ് ഭീകരർക്ക് പങ്കുണ്ടെന്നുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് ഹമാസ് ഭീകരർ പാക് അധീന കാശ്മീർ സന്ദർശിച്ചിരുന്നു എന്നുള്ള വിവരം അദ്ദേഹം പറഞ്ഞിരുന്നു. ഇനി കാത്തിരിക്കേണ്ടത് ഇന്ത്യയുടെ തിരിച്ചടിയാണ്. അത് എത്രത്തോളം ശക്തമാണ്, അതുപോലെ യുദ്ധമുണ്ടാകുമോ എന്നുള്ളത് നമ്മളെല്ലാവരും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്.